2026 വിഷു വർഷഫലം. പൂരോരുട്ടാതി നക്ഷത്രം. പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏഴര ശനിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് വിഷുഫലം നേട്ടങ്ങൾ കൊണ്ട് തരുന്നുണ്ടെങ്കിലും അതൊന്നും അനുഭവയോഗ്യമാകാനായിട്ട് സാധിച്ചിരുന്നില്ല. എങ്കിലും ഈ 2026 എന്ന് പറയുന്ന വർഷത്തിലെ വിഷു വർഷം ഒരുപാട് ആശ്വാസവും ഒരു തണുത്ത കാറ്റ് പോലെ വീശി നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നൊരു കാലമാണ്. പല അവസരങ്ങളും, മികച്ച അവസരങ്ങളും നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്. കരിയറുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും സഹപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടൊക്കെ കൂടിച്ചേർന്ന് അതിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടങ്ങളൊക്കെ ഈ വർഷാവസാനത്തിൽ വന്നു ചേരും. ഇപ്പോഴേ തുടങ്ങി വയ്ക്കുന്ന പുതിയ സംരംഭങ്ങളൊക്കെ ഒരു നല്ല നേട്ടത്തിലേക്ക് ഈ വർഷാവസാനം എത്തിപ്പെടുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ സാമാന്യ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. വർഷപകുതിയിൽ സാമ്പത്തിക പരാധീനത ഉണ്ടാകുമെങ്കിലും വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിനെ കവർ ചെയ്ത് പോകാനൊക്കെ കഴിയും. ആരോഗ്യം മോശമാകുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് പുതിയ രീതിയിലുള്ള ചികിത്സകളോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ ഒപ്പീനിയൻ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എക്സസൈസോ നല്ല ഭക്ഷണ രീതികളോ വ്യായാമ മുറകൾ, യോഗ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിനും കൂടെ കുറച്ച് റിലീഫ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകുന്നതാണ്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറി തൊഴിലൊക്കെ കിട്ടുന്നതാണ്. സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന വർഷം തന്നെയാണ്. സാമ്പത്തിക കാര്യത്തിൽ വർഷാവസാനത്തോടു കൂടി ആശ്വാസം വരുന്നുണ്ടെങ്കിലും ഒരുപാട് പണച്ചെലവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് നിങ്ങൾ വല്ല നിക്ഷേപങ്ങളൊക്കെ നേരത്തെ നിക്ഷേപിച്ചിരുന്ന ഏതെങ്കിലും ചിട്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സമ്പാദ്യ പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും ചെറിയ ചെറിയ ജ്വല്ലറികൾ, സ്വർണ്ണക്കടകളിലൊക്കെ നിങ്ങൾ ചിട്ടികളൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ വട്ടെത്തി നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ആദായം കിട്ടുന്നതാണ്. കുടുംബത്തിലെ സമാധാനവും സന്തോഷവും ഒക്കെ കൈവരിക്കാനായിട്ട് കഴിയുന്നൊരു വർഷമാണ്. നിങ്ങളുടെ പ്രവൃത്തിയും സമചിത്തതയോടെയുള്ള തീരുമാനങ്ങളും അതുമൊക്കെ ആശ്വാസം കൈവരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. വിവാഹം കാത്തിരിക്കുന്ന യുവജനങ്ങൾക്ക് ഗോചരവശാല് വിവാഹം നടക്കാനുള്ളൊരു യോഗവും കാണുന്നുണ്ട്. ബുധനാഴ്ച ദിവസം കൃഷ്ണന് പാൽപ്പായസം, അതുപോലെ തന്നെ നവഗ്രഹ പൂജ, അതുപോലെ കൃഷ്ണന് തുളസിമാലയൊക്കെ അർപ്പിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ ആശ്വാസം ഉണ്ടാകുന്നതാണ്. ഒരു 21 ബുധനാഴ്ചയോ 11 ബുധനാഴ്ചയോ നിരന്തരമായിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസം കഴിക്കുക. അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ പാൽപ്പായസവും എല്ലാ ആഴ്ചയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഭഗവാന് ചെയ്യുന്നത് നിങ്ങളുടെ ദോഷപരിഹാരങ്ങൾക്ക് ഉത്തമമായിരിക്കും.